എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒന്നുകൂടി നക്ഷത്ര വിഷയങ്ങളിലേക്ക് വന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇന്ന് അശ്വതി മുതലായ നക്ഷത്രങ്ങളെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. മുൻപ് കുറേ നാളുകൾക്ക് മുമ്പ് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളും അതിൻ്റെ പ്രകൃതവും ഒക്കെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ കാണാം. എന്നാലും ഒന്നുകൂടി അന്ന് പറഞ്ഞതിനേക്കാളേറെ ഗുണകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കി മെച്ചപ്പെടുത്തി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീണ്ടും ആരംഭിക്കുന്നത്. 27 നക്ഷത്രങ്ങളെ 27 ദിവസങ്ങളെ കൊണ്ട് തീർക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചിന്തിച്ചിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാശി എന്ന് പറയുന്നതിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്നതിനേക്കാളേറെ നക്ഷത്രങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് നക്ഷത്രങ്ങൾക്കാണ്. അതിനൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലെ ആഘോഷങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരുവോണ നക്ഷത്രമാണ്, ഇന്ന് ഓണമാണ്. ഈ ഓണത്തിൻ്റെ ദിവസമാണ് ഇന്നത് പോസ്റ്റ് ചെയ്യുന്നത്, തിരുവോണത്തിൻ്റെ ദിവസം. അതായത് ഇന്ന് സെപ്റ്റംബർ 15-ാം തീയതി തിരുവോണ നക്ഷത്രം, തിരുവോണമാണ്, ചിങ്ങമാസത്തിലെ ഓണം. അപ്പോൾ ഓണം എന്ന് പറയുന്നതാണ് ഉത്രാടം, ഓണം നക്ഷത്രങ്ങളാണ്, നക്ഷത്ര പ്രാധാന്യമാണ്. ചോറ്റാനിക്കര മകംതൊഴൽ, കൊടുങ്ങല്ലൂർ ഭരണി, പൂരോത്സവങ്ങൾ അല്ലേ, തൃക്കാർത്തിക, ഇങ്ങനെ എല്ലാം നക്ഷത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം ചിന്തിച്ചാൽ നമുക്ക് ശ്രീരാമ നവമി എന്നാണ് പറയുക. ശ്രീരാമ പുണർദം എന്നാരും പറഞ്ഞു കേട്ടിട്ടില്ല, അറിയില്ലേ? ശ്രീരാമ നവമി, സ്കന്ദഷഷ്ടി, വിനായക ചതുർത്ഥി, അങ്ങനെയൊക്കെയല്ലേ. അതുപോലെ പ്രദോഷം, ശിവന് പ്രദോഷമാണ്. ഇതിനും അപ്പുറത്ത് കൃഷ്ണന് ജന്മാഷ്ടമി എന്നാണ് പറയാറുള്ളത്. ആ ജന്മാഷ്ടമി നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ അഷ്ടമി രോഹിണി എന്ന് പറയും. എന്നാലും നക്ഷത്രം വിട്ടിട്ടുള്ളൊരു ഏർപ്പാട് മലയാളികൾക്ക് ഇല്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് പ്രാധാന്യം നക്ഷത്രത്തിലുണ്ട്. ഒരു പക്ഷേ നമ്മൾ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളെക്കാളേറെ പ്രസക്തി നക്ഷത്രങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ജ്യോതിഷത്തിൽ റിസർച്ച് നടത്തിയതിൻ്റെ ഭാഗമായി ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി എന്നതിലുപരി ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നക്ഷത്ര പ്രാധാന്യത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, മലയാളികളുടെ അത്തരം ചിന്താഗതികൾ വളരെ ഗുണമുള്ളതാണ് അല്ലെങ്കിൽ പ്രസക്തി ഉള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ്ടും അത്തരം കാര്യങ്ങൾ ഒന്നും കൂടി പറയാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഈ മേഷാശി പ്രഥമ എന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രം, മെടൻ രാശി ആദ്യമായിട്ട്, അശ്വതി നക്ഷത്രം ആദ്യമായിട്ടാണ് രാശി ആരംഭിക്കുന്നത്. നമ്മുടെ രാശിചക്രത്തിൻ്റെ തുടക്കം 0 ഡിഗ്രിയിൽ തുടങ്ങുന്നത് അശ്വതിയാണ്. മേഷാശി പ്രഥമ വൃക്ഷചരണ ചക്രസ്ഥ രാശി വരാഹമരാചാര്യൻ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തെ നക്ഷത്രമായതുകൊണ്ടെന്നാണ് പ്രഥമഗണനീയമാണ് എന്നുള്ള അർത്ഥം തന്നെ. ഒന്നാമത്തെ സ്ഥാനം കൊടുത്തൊരു നക്ഷത്രമല്ലേ എന്നുള്ളൊരു വിശേഷം അതിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രഥമസ്ഥാനീയരാണ് അശ്വതി നക്ഷത്രക്കാർ എന്ന് മനസ്സിലാക്കാം. മൂത്ത മക്കൾക്ക് അശ്വതി നക്ഷത്രം ഉണ്ടാകുന്നത് പൊതുവെ നല്ലതാണെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം അതിനോടനുബന്ധിച്ച കുറച്ച് വിഷയങ്ങളാണ്. ഈ അശ്വതി മുതലായി കണ്ടുകൊള്ളുക, കാഞ്ഞിരം, നെല്ലി, അത്തിഞ്ഞാണി, കരിങ്ങാലി, ഇങ്ങനെ വൃക്ഷങ്ങളുടെ ഒരു ഇത് പറയാറുണ്ട്. അശ്വതി, ചതയം, കുതിര. അതുകൊണ്ട് അശ്വതിക്ക് കുതിര മൃഗമാണ്, കാഞ്ഞിരമാണ് വൃക്ഷം. ഇതൊരു മറ്റൊരു പ്രസക്തി കൂടി പറയാം. അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ്. അശ്വതി, മകം, മൂലം നക്ഷത്രത്തിലെ അധിപൻ കേതുവാണ്. അപ്പോൾ അശ്വതി നക്ഷത്രം മേടൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ, മേടൻ രാശിയുടെ 0 മുതൽ 13/20 കല വരെയുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ അംശകം മേടത്തിലും, പിന്നത്തെ അംശകം ഇടവത്തിലും, പിന്നത്തെ അംശകം മിഥുനത്തിലും, പിന്നത്തെ അംശകം കർക്കിടകത്തിലും 4 പാദങ്ങളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. 4 കാലുകൾ മേടം മുതൽ കർക്കിടകം വരെ അംശകത്തിൽ വെച്ചിട്ടാണ് അശ്വതി നക്ഷത്രം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ അശ്വതി എന്ന് പറയുന്ന കുതിരമുഖം പോലെയുള്ള നക്ഷത്രം കൊണ്ടായതുകൊണ്ടാണ് കുതിരയുടെ പേരോട് കൂടിയിട്ടുള്ള, അതായത് അശ്വതി, അശ്വി എന്നുള്ളത് കുതിരയുടെ പേരാണ് അശ്വം. അപ്പോൾ കുതിരയുമായി ബന്ധപ്പെട്ട എല്ലാ പേരുകളും അശ്വതി നക്ഷത്രത്തിനോട് ചേരുമെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് അശ്വതിനി ദേവതകൾ തന്നെയാണ് ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവതയും. അപ്പോൾ അതുകൊണ്ട് അശ്വതി മേഷാശ്വി എന്നുള്ള അർത്ഥത്തിൽ തന്നെ അശ്വതിക്ക് കുതിരയ്ക്ക് പ്രാധാന്യമുണ്ട്. മേടം ആട് പോലെ നമ്മൾ പറയൂലേ, ഇവിടെ അശ്വതിയോ കുതിര പോലെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസക്തി ഇവിടെയുണ്ട്. അപ്പോൾ മേടം ആട് പോലെ എന്ന് പറയുന്നത് പോലെ അശ്വതി കുതിര പോലെ എന്ന് പറയുമ്പോൾ കുതിരയ്ക്ക് ചേരുന്ന വിഷയങ്ങൾ മേടൻ രാശിയിൽ തന്നെ നമുക്ക് എവിടെ പറയാൻ പറ്റും? അശ്വതിക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്രസക്തി ജാതകത്തിൻ്റെ ചിന്തയിൽ അല്ലെങ്കിൽ പ്രശ്നചിന്തയിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അശ്വതി നക്ഷത്രം വരുന്ന സമയത്ത് ഈ പറഞ്ഞതിൻ്റെ പ്രകൃതം ചതുഷ്പാത്താണ്. മേടൻ രാശി ചതുഷ്പാത്താണ്. ചതുഷ്പാത്ത് എന്ന് വെച്ചാൽ 4 കാലുള്ളത്. അതുപോലെ ആട് 4 കാലുള്ളതാണ്, കുതിരയും 4 കാലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഭരണി നക്ഷത്രം, ഭരണി രേവതി ആനയാണ്, 4 കാലാണ്. കാർത്തിക ആടാണ്, 4 കാലാണ്. അപ്പോൾ ഈ മേടൻ രാശിക്ക് 4 കാലിനൊരു പ്രസക്തി കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചതുഷ്പാത രാശിയാണ് എന്നുള്ളത് കൊണ്ട് 4 കാലിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു സ്ഥാനം തന്നെ പ്രബലമാണ് എന്നുള്ള അർത്ഥം. 4 കാലാണ് നക്ഷത്രങ്ങൾക്ക് എല്ലാം ഉള്ളത്. പക്ഷെ ഇവിടെ ഈ രാശി പ്രകൃതത്തിനും 4 കാലുകളാണ് എന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ ഒന്നും കൂടി പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ മേടത്തിൻ്റെ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മധ്യാകാശത്തിൽ വരുമ്പോൾ, ആകാശത്തിൻ്റെ മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ ഏകദേശം നമുക്ക് 1.5 കർക്കിടകൻ രാശിയിൽ 1.25 നാഴിക ചെന്ന സമയത്താണ് ഇതെത്തുക. അപ്പോൾ അശ്വതിയുടെ മുതൽക്ക് മേടൻ രാശി തുടങ്ങുന്നു എന്ന് പറയുന്നതിനൊരു പ്രത്യേകം പ്രളയാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു സൃഷ്ടി നക്ഷത്രം തുടങ്ങുന്നത് അശ്വതിയിലാണ്. നമുക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നൊക്കെ പറഞ്ഞ നക്ഷത്രത്തിൽ അതിൽ ഒരു സൃഷ്ടി നക്ഷത്രമാണ് അശ്വതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്തമായിട്ട് നമ്മൾ പരിഗണിക്കും. ഗണ്ഡാന്തം എന്ന് പറയുന്നത് ഒരു രാശിഖണ്ഡം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാശിഖണ്ഡം എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് മീന അന്ത്യമായിട്ട് മേഷാദിയായിട്ട് വരുന്നത്, പിന്നെ കർക്കിടകാന്ത്യമായിട്ട് സിംഹാദിയായിട്ട്, പിന്നെയോ വൃശ്ചികാന്ത്യമായിട്ട് ധനു ആദിയായിട്ട് നമുക്ക് എന്താ ഉള്ളത്? ഈ പറഞ്ഞ ഖണ്ഡാന്തി. അപ്പോൾ 3 ഖണ്ഡങ്ങളായിട്ടാണ് രാശിയെ തിരിച്ചിരിക്കുന്നത്. അത് മേടം മുതൽ കർക്കിടകം വരെ, ചിങ്ങം മുതൽ വൃശ്ചികം വരെ, ധനു മുതൽ മീനം വരെ, ഇങ്ങനെ 3 ഖണ്ഡങ്ങൾ. അങ്ങനെ ആ 3 ഖണ്ഡത്തിൻ്റെ ഒരു തുടക്കമാണ് എന്നുള്ളത് കൊണ്ട്, അപ്പോൾ മീനൻ രാശി അന്ത്യവും ആടൻ രാശിയുടെ ആദ്യവും എന്നുള്ളത് കൊണ്ട് ഒരു സന്ധിയാണ് രാശി എന്ന് പറയുന്നതുകൊണ്ട് ഒരു ഖണ്ഡാന്തം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 15 നാഴിക ഒരു ഖണ്ഡാന്തമായിട്ട് പരിഗണിക്കുക. അപ്പോൾ മുഹൂർത്ത വിഷയങ്ങളിലൊക്കെ ഈ ആദ്യത്തെ ഭാഗം വരുമ്പോൾ അതൊരു ദോഷമായിട്ട് പരിഗണിക്കുകയും ആ സമയം പൊതുവേ നമ്മൾ എടുക്കാതിരിക്കുകയും ചെയ്യും. അതിൽ തന്നെ നമുക്ക് നിർവാഹം ആദ്യത്തെ 5 നാഴിക പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി എടുക്കാമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. മുഹൂർത്തങ്ങളിലൊക്കെ അത് ത്യാജ്യമാണ് എന്ന് പറയും. ഇത് പുരുഷ യോനിയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ദേവഗണവുമാണ്. അപ്പോൾ ഇതിൻ്റെ കുതിരയാണ് മൃഗം, കാഞ്ഞിരം വൃക്ഷം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളാണ് പക്ഷി, പൃഥ്വി അതായത് ഭൂമിയാണ് ഭൂതം, അതുപോലെ തന്നെ സൃഷ്ടി നക്ഷത്രമാണ്, അതുപോലെ തന്നെ തലനാള് എന്ന് പറയാറുണ്ട്. അതുകൂടാതെ മന്ത്രാക്ഷരം അകാരം അക്ഷരമാണ് ഇതിൻ്റെ പറയുന്നത്, മന്ത്രാക്ഷരം നകാരം എന്ന് പറയും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് നമുക്ക് അശ്വതി കേതുവും അതുപോലെ തന്നെ മേടൻ രാശി ചൊവ്വയും ആധിപത്യം വഹിച്ചതാണ്. അപ്പോൾ ചൊവ്വയും ഈ കേതുവും കൂടി സമ്മേളിക്കുമ്പോഴാണ് അവിടെ കാഞ്ഞിരം എന്ന് പറയുന്ന ഒരു വൃക്ഷം ഉണ്ടാകുന്നത്. കാഞ്ഞിരത്തിൻ്റെ ഗുണത്തെ ഉണ്ടാക്കുന്നത് ഈ കേതുവിനെയും ചൊവ്വയും ചേർത്തിട്ടാണ്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ അത് കാഞ്ഞിരമാകും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിനൊക്കെ ആചാര്യന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ നക്ഷത്രത്തിനും വൃക്ഷങ്ങളെ ചിന്തിക്കാനുള്ള കാരണം ഇതിൻ്റെ രസങ്ങളെ പരിഗണിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നക്ഷത്രഫലം അറിയുന്നതോടൊപ്പം തന്നെ നമ്മളതിൻ്റെ തത്വം കൂടി മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പൊതുവേ നമ്മൾക്ക് ഊൺനാളാണ് ഈ നക്ഷത്രം. ഊൺനാൾ എന്ന് പറഞ്ഞ് മിക്കവാറും എല്ലാ മുഹൂർത്തങ്ങൾക്കും ഊൺനാൾ പരിഗണിക്കാവുന്നുണ്ട്. ചോറൂണിന് കൊള്ളുന്ന നാളാണെങ്കിൽ ആ നാൾ മിക്കവാറും എല്ലാ മുഹൂർത്തങ്ങൾക്കും എടുക്കും. അതുകൊണ്ട് പൊതുവേ നല്ല ഒരു ഇതരായിട്ട് എടുക്കാം. ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കും. അതുപോലെ ഔഷധ സേവയ്ക്ക്, വിദ്യാരംഭത്തിന്, ശില്പകലാ പഠനത്തിനൊക്കെ നമ്മൾ നന്നായിട്ട് പരിഗണിച്ചിട്ട് എടുക്കുമെന്ന് പറയുന്നത്.
അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടതിൽ പൊതുവേ മലയാളത്തിൻ്റെ ശ്ലോകമുണ്ട്, സംസ്കൃത ശ്ലോകമുണ്ട്. രണ്ടും പറഞ്ഞ് ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നുള്ളതുകൊണ്ട് അത് കൂടി പറയാം. അശ്വതിക്കുദയം ചെയ്ത യോഷ ആകാര സൗഷ്ടവം നേടി ആരിലും ആനന്ദമുളവാക്കുന്നു നിത്യവും. ചാരുഭാഷിണിയായിടും ധനം വർദ്ധിച്ചു വന്നിടും ശുചിത്വം മാതൃവാത്സല്യം ഇവയാൽ ശോഭ നേടിടുമെന്ന് സ്ത്രീകൾക്കുള്ളൊരു ഫലം എടുത്തു പറയുന്നത്. എന്താണ്? ആകാര സൗഷ്ടം, ദേഹസൗഷ്ടം, നല്ല ആരോഗ്യമുള്ള ദേഹത്തോട് കൂടിയിട്ട് നല്ല രൂപത്തിൽ ഉള്ള ആളായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ സന്തോഷം ജനിപ്പിക്കുന്ന രൂപത്തിലെ ശരീരപ്രകൃതിയായിരിക്കും. സൗന്ദര്യം ഉണ്ടാകുമെന്നർത്ഥം. നല്ല സൗന്ദര്യമുള്ള ആളുകളായിരിക്കും. ഈ സൗന്ദര്യം എന്ന് വെച്ചാൽ നിറം മാത്രമല്ല, ആളുകൾക്ക് കാണുമ്പോൾ ഇഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള രൂപമാണെന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അതും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ നല്ല സംസാരം ഉണ്ടാവുമെന്നും അതുപോലെ ധനം വർദ്ധിക്കുമെന്നും നല്ല വൃത്തി ഉണ്ടാവുമെന്നും മാതൃവാത്സല്യം, അമ്മയെപ്പോലെ ഒരു വാത്സല്യം ഉണ്ടാകുമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന നക്ഷത്രമാണ്. ശോഭ നേടും, നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നക്ഷത്രമാണ് ഇത്. കൊണ്ടാകശാസ്ത്രത്തിൽ പറയുന്നതാണ്. ഇനി അതുപോലെ പുരുഷന്മാരാണെങ്കിലോ അശ്വതി ദിനത്തിലുണ്ടായ പുരുഷൻ വിശ്വവല്ലഭൻ, വിശ്വത്തിന് വല്ലഭനായിരിക്കും. നയിക്കാനുള്ള നല്ല ശക്തിയുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ, എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കും എന്നർത്ഥം. ചതിവിൽ ജീവിതം നഷ്ടമായിടാനിടയുള്ളവർ, മറ്റുള്ളവരാൽ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുകൂടി പുരുഷന്മാരുടെ ഫലത്തെ പറയുന്നു. ആജാനബാഹുവായിരിക്കുമെന്നും വിദ്യാസമ്പത്തും അധികാരവും കൈവരിച്ച വിവൻ കൊച്ചു ഭീമനാണെന്ന് തോന്നിയിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് നല്ല ഗുണമുള്ള ഒരു നക്ഷത്രമായിട്ട് പറയുന്നു. പിന്നെയോ ജാത അശ്വിനീഷു പ്രമദ മനോജ്ഞ പ്രഭൂതകോശ പ്രിയദർശനായ പ്രിയംവദ സർവസുഖാഭിരാമ ശുദ്ധിന്യുത ദേവ ഗുരു പ്രസക്ത. നേരത്തെ പറഞ്ഞ അതേ കൊടാംഗശാസ്ത്രത്തിൽ പറഞ്ഞ അതേ തരത്തിലുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല സുന്ദരിയായിരിക്കുമെന്നും നല്ല ആകാര സൗഷ്ഠവത്തോടു കൂടിയിട്ടും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടും കാണുമ്പോൾ നല്ല ദർശനത്തിന് പ്രിയങ്കരിയായിട്ടൊക്കെ തോന്നുമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അശ്വിന്യാം അതിബുദ്ധി വിത്ത വിനയ പ്രജ്ഞായശസ്വി സുഖി യാമ്യക്ഷേ വികലോ അന്യതാര നിരത ക്രൂര കൃതജ്ഞോധനി. ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഇതിനകത്ത് അശ്വതി നക്ഷത്രത്തിൽ ബുദ്ധിയും ധനവും വിനയവും വിദ്യയും കീർത്തിയും സുഖവും ഒക്കെ ഉള്ള ആളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു നക്ഷത്രമായിട്ടാണ് അശ്വതി പൊതുവെ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അശ്വിനി ദേവതകളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ചികിത്സാ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഔഷധ സേവയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തു പറയാവുന്ന ഒരു നക്ഷത്രമാണ്. എന്തും തുടങ്ങാൻ പറ്റിയ നക്ഷത്രമാണ്. കാരണം തുടക്കമായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രത്യേകതയൊക്കെ അതിനെ ചിന്തിക്കാൻ പറ്റും. മാത്രമല്ല യാത്രയ്ക്ക് നല്ലതാണ്. കാരണം കുതിരയുടെ മുഖത്തോടു കൂടിയതാണ്, കുതിര യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ്, യാത്രാ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് യാത്രയ്ക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കാം, ആരംഭത്തിന് നല്ലതാണെന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ അതിനൊരു പ്രത്യേകതയുള്ളതാണ്. മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും നല്ല സാമാന്യത്തിൽ കവിഞ്ഞ അറിവ് ഇവർക്കുണ്ടാവും എന്നർത്ഥം. മാത്രമല്ല ഈ ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാം ആക്റ്റീവായിരിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ്. ഏത് കാര്യവും ആരംഭിക്കാൻ വേണ്ടിയിട്ടും ഉണർവോട് കൂടിയിട്ട് നയിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രാധാന്യം ഇവർ ഒന്ന് മുമ്പിൽ നിർത്തി കൊടുത്താൽ മതി, അവർ നന്നായിട്ട് കാര്യങ്ങൾ നയിച്ചു കൊടുക്കും എന്നുള്ള അർത്ഥം നമ്മൾ ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഇവരെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇവരുടെ പ്രകൃതം പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള തരത്തിൽ ചെയ്യണം എന്നുള്ളതൊരു കാര്യം കൂടി ചെയ്താൽ മതി. അതുകൂടി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവരുടെ നല്ല കണ്ണുകളാണെന്ന് പറയുന്നു, വിസ്താരമേറിയ നെറ്റ്, നല്ല ഉയർന്ന നാസിക, ഉയർന്ന മൂക്ക്, അതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. നല്ല ശാന്തനായിരിക്കുമെന്നും വിനീതമായിട്ടൊക്കെ കാണുമെങ്കിലും എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ ഇതുവരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഒരു ബലം പ്രയോഗിച്ചിട്ട് നിർബന്ധ വിദ്യ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ആളുകളല്ല അശ്വതി നക്ഷത്രക്കാർ. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എല്ലാവർക്കും സഹായമൊക്കെ ചെയ്യും, സഹായം ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. അപ്പോൾ എല്ലാ സേവന സന്നദ്ധതയും അവർക്കുണ്ട്. അങ്ങനെയുള്ളൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്. എന്നാലും ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ധൃതി കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വൈകാരികമായിട്ടുള്ള ഒരിത് കൂടുതലായതുകൊണ്ട് അവരെന്തിനും പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറച്ച് ദേഷ്യം പ്രകടനം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ചെന്നുപെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നല്ല ദൈവഭക്തിയും ഗുരുജനങ്ങളിൽ പ്രീതിയും എന്നുവെച്ചാൽ 9ാം ഭാവം എന്ന് പറയുന്നത് അവിടെ വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അവിടെ ഗുരുജനങ്ങളോടുള്ള പ്രീതി ഉണ്ടാവും. അതുകൊണ്ട് സ്വന്തം പരിശ്രമത്താൽ 10ഉം 11ഉം ഭാവമൊക്കെ ശനിയുടെ ക്ഷേത്രമാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് ധനം നേടുന്ന ആളുകളാണ്. നല്ല സംസാരം പ്രിയന്മാരായിരിക്കും. മാത്രമല്ല 2ാം ഭാവം ശുക്രൻ്റെ രാശിയാണ് എന്നുള്ളത് കൊണ്ട് 2ാമത്തെ നക്ഷത്രം, തൊട്ടടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രം, അതിൻ്റെ സ്വാധീനമൊക്കെ ഇവരിൽ പ്രകടമായിട്ട് നല്ല കലാപരമായിട്ടുള്ള ഗുണങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള ആളുകളായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചിട്ട് നല്ല ഐശ്വര്യമുള്ളവരായിരിക്കും. ഐശ്വര്യ പിറന്ന അച്ചി എന്ന് പൊതുവേ പറയാറുണ്ട്. ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവെയുള്ളൊരു ഗുണങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അശ്വതി നക്ഷത്രം ജനിക്കുന്നത് കേതുദശയിലാണ്. അപ്പോൾ 7 വർഷമാണ് കേതുദശയുടെ കാലയളവ് എന്നുള്ളതുകൊണ്ട് 7 വർഷം എല്ലാവരും അനുഭവിക്കില്ല. ചിലർ 7 വർഷം മുഴുവനായിട്ട് അനുഭവിച്ചു എന്ന് വരിക. നക്ഷത്രത്തിൽ ജനിക്കുന്ന നാഴിക വിനാഴിക അനുസരിച്ചിട്ടാണ്. ആദ്യം അശ്വതി നക്ഷത്രത്തിൻ്റെ തുടക്കത്തിൽ ജനിക്കുന്ന ആളാണ് ഏകദേശം 7 വർഷത്തോളം അനുഭവിക്കും. പകുതിയോളം ചെന്നിട്ടാണെങ്കിൽ ബാക്കി 3.5 വർഷം മാത്രമേ അനുഭവിക്കുള്ളൂ. ഇതിനെയാണ് നമ്മൾ ശിഷ്ടദശ എന്ന് പൊതുവെ പറയുന്നത്. എത്ര നാഴിക വിനാഴിക കഴിഞ്ഞോ അതിൻ്റെ ബാക്കി മാത്രമേ നമ്മൾ ശിഷ്ടദശ എന്ന് പറഞ്ഞ് കണക്കാക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ കണക്കാക്കുന്ന ഒരു പകുതി വെച്ച് കണക്കാക്കിയാൽ 3-3.5 വർഷം വരെ അവർക്ക് കേതു ദശയായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ ഉള്ള കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും മാതാപിതാക്കൾക്ക് ആ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാനൊക്കെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് കർഗഹോമം ചെയ്യുകയും അതുപോലെ തന്നെ ശിവഭജനം ചെയ്യുകയും കേതുഗ്രഹശാന്തിയൊക്കെ ചെയ്യുന്നതും പൊതുവെ നല്ലതാണ്. ആ 3-3.5 വർഷം കഴിഞ്ഞാൽ പിന്നെ 20 വർഷത്തോളം കാലം, അതായത് 23.5 വയസ്സ് വരെ ശുക്രദശയായിരിക്കും ശരാശരി. ആ സമയത്ത് കലാപരമായിട്ടുള്ള ഗുണം, വിദ്യാഗുണം, മാത്രമല്ല ആളുകളുടെ മുമ്പിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടാവുന്നൊരവസ്ഥ, ആളുകൾ നമ്മെ ശ്രദ്ധിക്കണമെന്നില്ല, ആകർഷകത്വം ഉണ്ടാവുക എന്നൊരവസ്ഥ, എല്ലാവരോടും നല്ല സമീപനമായിട്ട് എല്ലാവരും പ്രീതി പിടിച്ചു വെട്ടാൻ പറ്റുന്നൊരവസ്ഥ, വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ട ആനുകൂല്യം ഉണ്ടാകുന്ന അവസ്ഥ, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നൊരു കാലഘട്ടം, അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് 23.5 വയസ്സ് വരെ കഴിയുന്നത്. നല്ല സമയമായിട്ട് തന്നെ ചിന്തിക്കും. പ്രത്യേകിച്ചിട്ട് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കുറച്ച് കുറയുകയോ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുകയൊക്കെ ചെയ്യാം. കാരണം മറ്റുള്ളവരെ ആകർഷിക്കുക രീതിയിലുള്ള ഒരു പ്രത്യേകത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിദ്യയിൽ കുറച്ച് ഗുണം കുറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് വിദ്യയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. 23.5 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് 6 വർഷക്കാലം സൂര്യദശയാണ്. 29.5 വയസ്സ് വരെ തൊഴിൽപരമായിട്ട് ഗുണങ്ങൾ, ആളുകളുടെ മുമ്പിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനമാനങ്ങളും ഗുണങ്ങളും ഉണ്ടാവുക, അംഗീകാരത്തിന് പാത്രീഭൂതനാവുക, അതുപോലെ തന്നെ നമുക്ക് ഒരു ഇലക്ഷനിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. ഇലക്ഷനിൽ നിൽക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നമ്മളെ ഒരു ആളുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹം നമ്മുടെ നായകനായ നന്നായിരിക്കും എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയുള്ളൊരു കാലഘട്ടമൊക്കെ വരുന്നത് 23.5 മുതൽ ചെറുപ്പം മുതലേ ഒരു നായക സ്വഭാവത്തോട് കൂടിയിട്ട് ആളുകൾക്ക് തോന്നുക എന്നൊക്കെ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയമൊക്കെ 29.5 വയസ്സ് വരെ ഉണ്ടാകും. പക്ഷേ ആളുകൾക്ക് നമ്മളോട് ഒരു അപ്രീതി ഉണ്ടാവുക എന്നൊരവസ്ഥ, അസൂയ തോന്നുന്നൊരവസ്ഥ ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയായതുകൊണ്ട് അതൊക്കെ സമീപനമൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയേണ്ടത്. പിന്നീട് 29.5 വയസ്സ് 39.5 വയസ്സ് വരെയുള്ള കാലഘട്ടം ചന്ദ്രദശയാണ്. ആളുകളോടുള്ള നല്ല സമീപനം, ജനങ്ങളിൽ ഒരു ബഹുമാനം ഉണ്ടാകുന്ന ഒരവസ്ഥ, നേരത്തെ പറഞ്ഞ ഒന്നും കൂടി വർദ്ധിച്ചിട്ട് സ്ഥാനമാനങ്ങളും ഗുണങ്ങളും, ഉയർന്ന സ്ഥാനലബ്ധി, ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം, ഇതൊക്കെ ചിന്തിക്കേണ്ട സമയമാണ് ചന്ദ്രദശ എന്ന് പറയുന്നത്. പൊതുവെ മനസമാധാനവും സുഖവും ഒക്കെ അറിയും. ഈ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലായതുകൊണ്ട് പക്ഷബലമുള്ള ആളുകൾക്ക്, പക്ഷബലം എന്ന് പറയുന്നത് വെളുത്ത പക്ഷത്തിലെ നമുക്ക് പഞ്ചമി മുതൽ, വെളുത്ത പക്ഷത്തിലെ പഞ്ചമി മുതൽ കൃഷ്ണപക്ഷ പഞ്ചമി വരെയുള്ള കാലഘട്ടം നല്ല ചന്ദ്രബലം ഉണ്ട് ഏകദേശം എന്ന് ധരിക്കാം. പൗർണമിക്കാണ് പൂർണ്ണബലം എന്നുള്ളത്. പൗർണമി കഴിഞ്ഞാൽ കുറഞ്ഞു വന്ന് കൃഷ്ണപക്ഷ പഞ്ചമി വരെ അതിൻ്റെ ബലം താരതമ്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ കാലഘട്ടം ചന്ദ്രൻ്റെ ബലമുള്ള കാലഘട്ടങ്ങളിൽ ജനിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് തുലാമാസം ജനിക്കുന്നവർക്ക് അവിടെ പൂർണ്ണബലം ഉണ്ടാകും ചന്ദ്രന്. കാരണം പക്ഷബലം നന്നായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ പക്ഷബലമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി അതിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റുമെന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെ അശ്വതി നക്ഷത്രം 2ാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ അംശകബലം കുറച്ചുകൂടി ഉണ്ടാവുമെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുമപ്പുറത്ത്
പിന്നീട് 39.5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം ചൊവ്വ ദശയാണ്. 46 വയസ്സ് വരെ വീട് ഭൂമി ഗുണങ്ങളൊക്കെ ആ സമയത്ത് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ആ സമയവും നന്നായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം, അമിതമായിട്ടുള്ള ഈ സാഹസ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാകുന്ന ടെൻഷൻ, അതൊക്കെ ബാധിച്ചിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ആ സമയത്തുള്ളത് കൊണ്ട് ശാന്തമായിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മൾ പരിശീലിക്കുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് 18 വർഷം രാഹുദശയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതിസാഹസം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നം, പിരിമുറുക്കം, ഇതൊക്കെ വർദ്ധിച്ച് ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും അമിത ഭാരം വരുന്നത് ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന 18 വർഷം രാഹുദശയായിരിക്കും. ഇപ്പം 46, 56, 64 വയസ്സ് വരെ രാഹുദശയായിരിക്കും. അപ്പോൾ ആ 64 വരുന്ന സമയത്ത് അമിതമായിട്ടുള്ള പിരിമുറുക്കം, ന്യൂറോ റിലേറ്റഡ്, അതിന് ഞരമ്പുകളെ സംബന്ധിക്കുന്ന ചില തകരാറുകളൊക്കെ ഉണ്ടാകുന്ന, BP വേരിയേഷൻ ഉണ്ടാവുക, അലർജി ഉണ്ടാവുക, ഇതൊക്കെയാണ് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. രാഹുജപം ചെയ്യുന്നതും സർപ്പപ്രീതി വരുത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതും ഒക്കെ ആ സമയത്ത് പൊതുവെ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ രാഹുജപം എന്നൊക്കെ പറയുന്നതിൻ്റെ രാഹുവിൻ്റെ മന്ത്രജപമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും എപ്പോഴും. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും. ഈ ദർശനം നടത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഈശ്വരൻ സർവ്വവ്യാപിയാണ്, എവിടെ നിന്ന് വേണമെങ്കിലും ഈശ്വരനെ പ്രാർത്ഥിക്കാമെന്നൊരു ഗുണം കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ പറഞ്ഞ 64 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് 80 വയസ്സ് വരെ വ്യാഴദശയാണ്. പ്രായാധിക്യമുണ്ടെങ്കിലും നല്ല ദശയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഗുരുത്വവും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ദശയാണ്. അതുകൊണ്ട് ആ കാലഘട്ടം വരുന്ന സമയത്ത് നമ്മൾ ഭക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ആധ്യാത്മികമായ കാര്യങ്ങളിൽ മുഴുകുകയും ഈശ്വരനിൽ വിലയം പ്രാപിക്കാനുള്ള പക്വത ആർജിക്കുകയൊക്കെ ചെയ്യേണ്ട സമയമാണ്. സത്സംഗത്തെ ചെയ്യേണ്ട സമയം, നല്ല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ സംസാരിക്കുക, ഭാഗവത പാരായണം ചെയ്യുക, അറിവുകൾ, ആത്മീയ അറിവുകൾ കൂടുതൽ വർദ്ധിപ്പിച്ച് മനസ്സിനെ നിവൃത്തനാക്കേണ്ട കാലഘട്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. എന്തായാലും ഈ നക്ഷത്രങ്ങളുടെ ഫലം കേട്ടിട്ട് നിങ്ങൾ മനപ്രയാസമൊന്നും ഉണ്ടാക്കാതല്ല ആവശ്യം. നമ്മുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പോസിറ്റീവ് ആവുകയും ചെയ്ത് ആ പരിഹാരം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദോഷമൊക്കെ മാറി ഗുണങ്ങളെ അനുഭവിക്കാൻ പറ്റും. ഗുണങ്ങളെ പരമാവധി നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റും. അതൊക്കെയാണ് എൻ്റെ ഒരു ഗുണം. ഏതായാലും എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണമായ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.